Hi students, welcome to ASF Academy. I am Femi. Today we are discussing about objectives of financial management. Financial management ഉള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒബ്ജക്റ്റീവ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. ഓക്കെ, ഒരു കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ഫിനാൻസ് ആണ്. ആ കിട്ടുന്ന ഫിനാൻസിനെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അല്ലെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ബിസിനസ് സക്സസ് ഉണ്ടാവുള്ളൂ. അത് നോക്കേണ്ട ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജർ നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവും. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പിലാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്നും ഒന്ന് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്നും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ ആയ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയെന്ന് നോക്കിയേക്കാം. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്: പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. അപ്പോൾ ഓരോ കമ്പനിക്ക് ഡിപ്പെൻസ്. അവർ ചില കമ്പനീസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിക്കാരം അവരുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്, ചില കമ്പനിക്ക് വെൽത്ത് ആവും, ചില ഇതിന് വാല്യൂ ആയിരിക്കും. അവരുടെ കമ്പനിയുടെ നേച്ചർ, കമ്പനിയുടെ ഡിഫറെന്റ് കസ്റ്റമേഴ്സ് സൈസ്, ലാർജ് സൈസ് ആണോ സ്മോൾ സൈസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരുടെ ഒബ്ജക്റ്റീവ് ഏതാണെന്ന് ഡിറ്റർമൈൻ. നമുക്ക് ഓരോന്ന് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഒരു കമ്പനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അവർ ഒബ്ജക്റ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റ്, എന്തിനാണ് കമ്പനി റൺ ചെയ്യുന്നത്? കമ്പനി റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിക്കാരം? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാക്സിമം ഏൺ ചെയ്യുക, ഏൺ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യുന്നത്. അല്ലാതെ പ്രോഫിറ്റ് കിട്ടാതെ ഒരു കമ്പനിക്ക് കുറെ കാലം നിലനിന്ന് പോകാൻ പറ്റില്ല. 1 മാസമോ 2 മാസമോ ലോസ് ആയാൽ നിൽക്കാൻ പറ്റും, പക്ഷെ അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഇല്ലാതെ ഒരു കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. ഇനി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് കമ്പനിയുടെ സക്സസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? അതായത് കമ്പനിയുടെ എഫിഷ്യൻസി കാണാൻ നമുക്കൊരു കമ്പനിയുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യണ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോഫിറ്റ്. ഒരു കമ്പനി പ്രോഫിറ്റ് നല്ല രീതിയിലുണ്ട്, മന്ത് ബൈ മന്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി നല്ല സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന് മീനിങ്. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു measuring technique ആണ് to understand the business efficiency of the concern. ഒരു ബിസിനസ് എഫിഷ്യൻസിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ടെക്നിക് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് നമ്മൾ ബിസിനസ് കൊണ്ടു നടത്തുന്നത് എങ്ങനെ? ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, അതിനെ ഏൺ ചെയ്യാൻ വേണ്ടി, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരുപാട് പാർട്ടീസ് ഇൻവോൾവ്, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പബ്ലിക്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഇൻട്രസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇവരെല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്, ഒരു രീതിയിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി. മെയിൻ ആയിട്ട് നമുക്ക് നോക്കാം ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇവരാണ് ഈ കമ്പനിക്ക് ഫിനാൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവരെന്തിനാണ് അങ്ങനെ ഫിനാൻസ് കൊടുക്കുന്നത്? അവർക്ക് അതിന്ന് ലാഭം കിട്ടാൻ വേണ്ടി, പ്രോഫിറ്റ് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കമ്പനി നല്ല രീതിയിൽ മാക്സിമം റിട്ടേൺ ഉണ്ടാവും. അതായത് കമ്പനി നല്ല രീതിയിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് മാക്സിമം പ്രോഫിറ്റ്. സോ ഇവിടെ എന്താ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഈ ഒരു വ്യൂവിൽ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള ഒരു വ്യൂ പോയിന്റിൽ വെച്ച് നോക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുന്നതിന് മാക്സിമം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താ നമ്മൾ പറഞ്ഞു. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫേവറബിൾ ആയിട്ടും ക്രിറ്റിസൈസ് ആയിട്ടും കുറെ പോയിന്റ്സ് പറയുന്നുണ്ട്. അത് ഏതൊക്കെ നോക്കാം. ഫേവറബിൾ ആയിട്ട് അല്ലെ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഫേവറബിൾ ആർഗ്യുമെന്റ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തൊരു ബിസിനസിന്റെ ഏർണിംഗ് പ്രോഫിറ്റ് എന്ന് തന്നെയാണ്, അല്ലെ? ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതിന് ഒരു കമ്പനിയുടെ മെയിൻ എയിം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് ഒരു പാരാമീറ്റർ ആണ്, അല്ലെ ഒരു മെഷറിംഗ് ടെക്നിക് ആണ്. ആ കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് എഫിഷ്യന്റ് ആയിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്, സ്മൂത്ത് ആയിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, ഇനി അതേപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാം. ബിസിനസ്സിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ട്. മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ട്, ഒരുപാട് റിസ്ക് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കും. ആ റിസ്കിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു പരിധി വരെ ഫേസ് ചെയ്യാൻ പറ്റും സ്മൂത്ത് ആയിട്ട്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ കമ്പനിക്ക് റിസ്ക് കൺട്രോളബിൾ ആക്കാൻ പറ്റും. ഓക്കെ, ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ്. കമ്പനിക്കുള്ള ആകെ റവന്യൂ കിട്ടുന്ന ഏതെന്നാണ്? പ്രോഫിറ്റ് എന്ന് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം കോസ്റ്റ് ആയിട്ട് പോണ്. റവന്യൂ കിട്ടുക പ്രോഫിറ്റ് മാത്രം. ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ആ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വരുന്ന ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡിഫറെന്റ് പാർട്ടീസിന് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, ഫ്യൂച്ചർ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനിയിൽ എന്തെങ്കിലും മെഷീനറീസും കാര്യങ്ങളും മേടിക്കണമെങ്കിൽ അതെല്ലാം ഈ പ്രോഫിറ്റ് നിന്നാണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറയുന്ന കമ്പനിക്ക് വളരെ വേണ്ട ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പ്രോഫിറ്റ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. ഓൾറെഡി പറഞ്ഞു, റിസ്ക് നമ്മൾ പറഞ്ഞ എന്താ? റിസ്ക് ഫാക്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. കയ്യിൽ ക്യാഷ് ഉണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേറെ രീതി പറയുമ്പോൾ ക്യാഷിങ് പെർ ഷെയർ എന്ന് പറയും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറയുന്നത് ക്യാഷ് പെർ ഷെയർ മാക്സിമൈസേഷൻ എന്ന് പറയാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലെ ക്യാഷ് അല്ല ഇൻഡിക്കേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളെ ഫ്യൂച്ചർ സർവൈവലിന് പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, പ്രോഫിറ്റ് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറഞ്ഞാൽ മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺസ് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷനും പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ഇല്ലാതെ, പ്രോഫിറ്റ് ഇല്ലാതെ ഒരിക്കലും കമ്പനിക്ക് ലോങ് റണ്ണിക്ക് സ്റ്റേബിൾ ആയിട്ട് ആ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കഴിയില്ല. ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിർബന്ധമായിട്ടും പ്രോഫിറ്റ് ഉണ്ടാവണം, ക്യാഷ് ഉണ്ടാവണം. അതേപോലെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉള്ള കമ്പനീസിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, കാരണം അവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും നല്ല രീതിയിൽ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സും തോന്നണം എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ദയർ സേവിങ്സ് ഇൻ സെക്യൂരിറ്റീസ്. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി മീറ്റ് ദ സോഷ്യൽ നീഡ്സ് ഓൾസോ. നല്ല രീതിയിൽ കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ട്, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ ഓൾസോ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഫേവറബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ്. നമുക്ക് നെക്സ്റ്റ് അതിലെ അൺഫേവറബിൾ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു കമ്പനി ഒബ്ജക്റ്റീവായി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രോബാക്സും ഉണ്ട്. എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് പറയുമ്പോൾ അവർ കൂടുതൽ പ്രോഫിറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടുത്തെ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക പറഞ്ഞാൽ അവർ കൂടുതൽ ടൈം വർക്ക് ചെയ്യുക, വേണ്ട രീതിയിൽ സാലറി കൊടുക്കാതിരിക്കുക, അവരുടെ വർക്കിനനുസരിച്ച് സാലറി പേ ചെയ്യാതിരിക്കുക. കസ്റ്റമേഴ്സിന് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാതെ അതിൽ ഒരുപാട് എന്തെങ്കിലും കൃത്രിമവും കാര്യങ്ങളും കാണിക്കുക. ക്വാളിറ്റി പ്രോഡക്റ്റ് ആവില്ല, അതിൻ്റെ വെയിറ്റേജിൽ പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾസ് ആക്ടിവിറ്റീസ്, ഇമ്മോറൽ ആക്ടിവിറ്റി, അൺഫെയർ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഓൾസോ ഫസ്റ്റ് പോയിന്റ്സിനെ ലീഡ് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ്. എന്തെങ്കിലും ഇമ്മോറൽ പ്രാക്ടീസസിനുള്ള ചാൻസസ് കൂടുതലാണ്. കറപ്റ്റ് പ്രാക്ടീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചാൻസസ് കൂടുതലാണ്. പ്രോഫിറ്റ് ആണ് നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവായി വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, അങ്ങനെ ഡിഫറൻസ് പാർട്ടീസ് ഇല്ലേ, അവരൊക്കെ ഇൻഇക്വാലിറ്റീസ് ആയിട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഒരേപോലെ ആവില്ല ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന അൺസർട്ടൈൻ ആണ്. ഇവിടെ ടൈം വാല്യൂവിന് ഒരു ഇമ്പോർട്ടൻസും പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ കൊടുക്കണില്ല. ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് പ്രോഫിറ്റ് നമുക്ക് കനോട്ട് ബി അസർട്ടൈൻ വെൽ ഇൻ അഡ്വാൻസ്. നമുക്ക് കൃത്യമായിട്ട് അത് അസർട്ടൈൻ ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഫ്യൂച്ചർ അൺസർട്ടൈൻ അല്ലേ. അതുകൊണ്ട് അത് ഇവിടെ ടൈം വാല്യൂ ഓഫ് മണിക്ക് നമ്മൾ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കണില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. കാരണം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ് നമ്മളെ കോമ്പറ്റേറ്റേഴ്സിനെക്കാട്ടും കൂടുതൽ എങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന് മാത്രമാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ലീഡ്സ് ടു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻസ് ഇൻ ദ മാർക്കറ്റ്, ഇൻ ദ ഇൻഡസ്ട്രി, മാർക്കറ്റ് അല്ല, ഇൻ ദ ഇൻഡസ്ട്രി. അതിനുള്ള ചാൻസസ് കൂടും. ഇത്രയാണ് ഫേവറബിളും അൺഫേവറബിളും ആയിട്ടുള്ള ആർഗ്യുമെന്റ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നതിന് അവിടെയുള്ള ഓണേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നതാണ്. ഓണേഴ്സിന്റെ വെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്. ഈ കമ്പനിയിൽ
ഇൻവെസ്റ്റ് ചെയ്ത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ, അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് മാക്സിമൈസിങ് ഓണേഴ്സ് വെൽത്ത്, വെൽത്ത് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് മാക്സിമൈസിങ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ബൈ ഇൻക്രീസിങ് ഏർണിംഗ് പെർ ഷെയർ. അവരുടെ ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്. അതായത് വെൽത്ത് മാക്സിമൈസേഷൻ പറയുമ്പോൾ ഇത്ര മനസ്സിലാക്കും. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടുകയാണെങ്കിൽ, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നാണ്. മാർക്കറ്റ് വാല്യൂല് ലോങ് റണ്ണിൽ ആ മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവില്ലേ, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ അവരുടെ കയ്യിലെ ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് ലോങ് റണ്ണിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി അവർക്ക് മാക്സിമം വെൽത്ത് കിട്ടുക എന്നുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൽത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അതായത് ഏത് വ്യക്തിയാണോ ഈ ബിസിനസ് കൺസേണിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺ എങ്കിൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ വെൽത്ത് കൂട്ടുക എന്നാണ്. അതെങ്ങനെ കൂട്ടുക വെച്ചാൽ അവരുടെ ഏർണിംഗ് പെർ ഷെയർ കൂട്ടി, അതല്ലേ അവരുടെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറിന്റെ വാല്യൂ കൂട്ടിയിട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതിനുണ്ട് ഫേവറബിളും ക്രിറ്റിസൈസും ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്. ഫേവറബിൾ ആയിട്ടുള്ള പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷന് നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യില്ലാണ്, വെൽത്ത് മാക്സിമൈസേഷൻ നമ്മൾ ടൈം വാല്യൂ കൺസിഡർ ചെയ്യണ്ടേ. ടൈം വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും എന്തിനു റിലേറ്റ് ചെയ്ത നെറ്റ് എഫക്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് എഫക്റ്റ് എങ്ങനെയാണെന്ന് ക്ലിയർ ഐഡിയ കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ആൾസോ കൺസിഡർ, ഈ വെൽത്ത് മാക്സിമൈസേഷനിൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് റിസ്ക് ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാത്രമല്ല ടോട്ടൽ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും കൺസിഡർ ചെയ്യേണ്ട വെൽത്ത് മാക്സിമൈസേഷൻ ആകുമ്പോൾ. ഓക്കെ, അതായത് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസ് ചെയ്യുന്ന ലോങ് റൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറയുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്ന് പറയാം. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയാൻ ലോങ് ടേം ഒബ്ജക്റ്റീവ്, ലോങ് റണ്ണിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് പോളിസി ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് ഗൈഡൻസ് കൊടുക്കാൻ വെൽത്ത് മാക്സിമൈസേഷന് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫേവറബിൾ ആയിട്ടുള്ള. മറ്റേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡ്രോബാക്സ് ഒക്കെയാണ് ഈ വെൽത്ത് മാക്സിമൈസേഷന് ഫേവറബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ലോങ് ടേം ഗ്രോത്ത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഈ പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്ന അൺഫേവറബിൾ ആയിട്ട് ആർഗ്യുമെന്റ്, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് ഇമ്പോർട്ടൻസ് ആയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ ഇൻക്രീസ് ചെയ്യേണ്ട കമ്പനി വൈസ്, കമ്പനി ടു കമ്പനി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കൺഫ്യൂഷൻസും ഇന്റർപ്രിറ്റേഷൻസിനൊക്കെ ചാൻസസ് കൂടുതലാണ്. ആരുടെക്കിടെ ഷെയർ ഹോൾഡേഴ്സിനാണോ, ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണോ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണോ, ആർക്കാണ് ഇവിടെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആരുടെ വെൽത്ത് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരും. അതേപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ കൂടുതൽ യൂസ് ചെയ്യുക ആരാണ്, ലാർജ് ഓർഗനൈസേഷൻ ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൂടുതൽ യൂസ് ചെയ്യുക സ്മോൾ ഓർഗനൈസേഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ മാക്സിമൈസേഷൻ ആണ്. വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ചെറിയ ഡിഫറൻസ് ആണ്. വെൽത്ത് മാക്സിമൈസേഷൻ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നാണെങ്കിൽ, വാല്യൂ മാക്സിമൈസേഷൻ ടോട്ടൽ ഓർഗനൈസേഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ടോട്ടൽ ഓർഗനൈസേഷന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അതായത് ടു മാക്സിമൈസ് ദ ലോങ് ടേം മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഓർഗനൈസേഷന്റെ വാല്യൂ ലോങ് ടേംക്ക് കൂട്ടുക, മാർക്കറ്റിലില്ല ലോങ് ടേമിലേക്ക്, അതായത് കമ്പനിയുടെ വാല്യൂ ലോങ് റണ്ണിലേക്ക് കൂട്ടുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. മാക്സിമൈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓൾസോ. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ ഇതിൽ പറയുമ്പോൾ വെൽത്ത് മാക്സിമൈസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ മാത്രമല്ല ഇവിടെ, അതിന്റെ കൂടെ തന്നെ നമ്മളെ ഫിനാൻഷ്യൽ അസറ്റ് ആയ ഡിബഞ്ചേഴ്സ്, ഡെപ്റ്റ്, വാറന്റ്സ്, അങ്ങനെ ഓൾ ഫിനാൻഷ്യൽ അസറ്റിന് ടോട്ടൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നാണ് ഇവിടെ എന്ത് പറയുന്നത്, വാല്യൂ മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ ഒരു നാരോ കൺസെപ്റ്റ് ആണെങ്കിൽ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് ബ്രോഡ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാത്രമല്ല ടോട്ടൽ ഫിനാൻഷ്യൽ അസറ്റിന്റെ വാല്യൂ ആണ് ഇവിടെ മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഇനി നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വരുന്ന 4 ടൈപ്പിലാണ്. എൻഹാൻസ്ഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അതായത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും വെൽഫെയറും കൂടി കൺസിഡർ ചെയ്യാം. എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ
വെൽത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട നല്ല രീതിയിൽ വേജസ് കൊടുക്കുക, നല്ല രീതിയിൽ സാലറി പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോക്കുക, നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, ഗുഡ് പെൻഷൻ സ്കീംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം എംപ്ലോയീസ് ഉള്ളത് കൊണ്ടാണ് കമ്പനി ഇങ്ങനെ നല്ല രീതിയിൽ റൺ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്, എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഹാൻസ് മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ. കമ്പനിയിലെ മാനേജേഴ്സ് ആണ് ആ കമ്പനിയുടെ റൺ ചെയ്യിപ്പിക്കണം. അതായത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും അവരെ കമ്പനിക്ക് പുറത്താണ്. അവർക്ക് വേണ്ട വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുന്ന മാനേജേഴ്സ് ആണ്. ആ കമ്പനിയുടെ മാനേജേഴ്സിന്റെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് കമ്പനി ഇത്രയും സക്സസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ മാനേജേഴ്സ് ആൻഡ് ദയർ നീഡ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് സൊസൈറ്റി. കമ്പനി അവരുടെ പ്രോഫിറ്റ് കൂട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും ചെയ്യണം. സോഷ്യൽ വെൽഫെയർ സ്കീംസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ടോട്ടൽ ഏത് എക്കോണമിയാണ് ടോട്ടൽ എക്കോണമിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ക്വാളിറ്റി സർവീസ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് കമ്പനീസ് മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നെ അവർ വെക്കുന്നുണ്ട് ക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ് എന്നുള്ളത്. നല്ല സർവീസസ്, നല്ല ക്വാളിറ്റി സർവീസസ് കസ്റ്റമേഴ്സിൽ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും ഈ ഒരു കമ്പനി തന്നെ റീറ്റെയിൻ ചെയ്യും. അവർ വഴി പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്, ക്വാളിറ്റി സർവീസസ് കസ്റ്റമേഴ്സിൽ കൊടുക്കുക എന്ന് പറയുന്ന ഒരു നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്. അപ്പം മെയിൻ ആയിട്ട് 4 നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആയിരുന്നു: എൻഹാൻസ്ഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വെൽഫെയർ, എൻഹാൻസ്ഡ് മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ, പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് സൊസൈറ്റി, പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമർ. ഓക്കെ, ഇത്രയാണ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത്. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അവിടെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.